നമസ്കാരം. പാമരൻ്റെ ഗീത 6-ാം ദിവസം. ശ്രീമദ് ഭഗവത്ഗീതയുടെ വ്യാഖ്യാന പരമ്പരയ്ക്ക് മുന്നോടിയായി കഴിഞ്ഞ 5 ലക്കങ്ങളിലായി ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കാനായിട്ടുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നു മുതൽ ഒരു ദിവസം ഒരു ശ്ലോകം എന്നുള്ള നിലയിൽ നമ്മൾ സമീപിക്കുകയാണ് ഈ വിഷയത്തെ. ഇതാദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന 2025 മെയ് 13 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിനായ ഭക്തജനങ്ങളോടൊപ്പം എളിയവനായ എൻ്റെയും ആത്മീയ ഗുരുവായ ഗുരുദേവ് പരമപൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ 69ാമത് ജന്മദിനത്തിൽ ഈ പ്രഭാഷണ പരമ്പരയുടെ പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഗുരുവിനോട് നന്ദിയുണ്ട്. അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ കൂടി നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ ഗീതാ വ്യാഖ്യാനം കേൾക്കുന്നവരും കാണുന്നവരും ഒരു ചെറിയ ഭഗവത്ഗീതയെങ്കിലും തങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന നന്നായിരിക്കും. ആ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അതോടൊപ്പം ചൊല്ലി പഠിക്കുന്നത് ഉത്തമമായിരിക്കും. നമുക്ക് ആരംഭിക്കാം. അധ്യായം 1, അർജുന വിഷാദയോഗം. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകമാണ്. ധൃതരാഷ്ട്ര ഉവാച. ധൃതരാഷ്ട്രൻ ചോദിച്ചു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം. ഒരു ചോദ്യമാണത്. ഈ ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. കുരുവംശത്തിലെ രാജാവായിരുന്ന ധൃതരാഷ്ട്രൻ ജന്മന അന്ധനാണ്. കാഴ്ചശക്തിയില്ലാത്ത അദ്ദേഹം ഹസ്തിനപുരിയിലെ തൻ്റെ കൊട്ടാരത്തിലിരുന്ന് ഈ ചോദ്യം ചോദിക്കുന്നത് സഞ്ജയനോടാണ്. എത്ര ദൂരെ നടക്കുന്ന സംഭവമായാലും അത് തൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് കാണാൻ കഴിയുമെന്ന് വ്യാസ മഹർഷിയുടെ അനുഗ്രഹത്താൽ അപൂർവ സിദ്ധി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് സഞ്ജയൻ. അദ്ദേഹം ധൃതരാഷ്ട്രരുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയും സഹായിയും തേരാളിയും ഉപദേശകനും എല്ലാമായിരുന്നു. അതിലുമുപരി സഞ്ജയൻ പക്ഷപാതരഹിതമായും സൂക്ഷ്മതയോടെയും വ്യക്തമായും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുമായിരുന്നു. ഏത് സംഭവവും വ്യക്തമായി കാണുന്നതിലും അത് ക്ഷമയോടുകൂടി കേൾക്കുന്നതിലും അതിൻ്റെ അന്തസത്ത ഒട്ടും തന്നെ ചോർന്നു പോകാതെ പുനരവതരിപ്പിക്കുന്നതിലും അത് വിവരിക്കുന്നതിലും സഞ്ജയൻ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ വ്യാപകമായിട്ടുള്ള റണ്ണിങ് കമൻ്ററി, ദൃക്സാക്ഷി വിവരണം, അത് തുടങ്ങി വെച്ചത് അതിൻ്റെ ആദ്യ പിതാവ് സഞ്ജയനാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും കഴിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതുതന്നെയാണ് ധൃതരാഷ്ട്രർ ചെയ്യുന്നതും. ധൃതരാഷ്ട്രർ സാക്ഷാൽ വേദവ്യാസൻ്റെ മകനാണ്. സഞ്ജയനാകട്ടെ വേദവ്യാസൻ്റെ വിശ്വസ്തനായ ശിഷ്യനും. അപ്പോൾ ഭഗവത്ഗീതയിൽ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ മാത്രമേ നമ്മൾ ധൃതരാഷ്ട്രരുടെ ശബ്ദം കേൾക്കുന്നുള്ളൂ. ഈ ഒരേ ഒരു ചോദ്യമേ അദ്ദേഹം ചോദിക്കുന്നുള്ളൂ. അതിതാണ്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ മഹാഭാരത യുദ്ധം നടക്കുകയാണ്. എൻ്റെ മക്കളും സഹോദരൻ പാണ്ഡുവിൻ്റെ മക്കളും അവിടെ യുദ്ധം ചെയ്യാനായി ഉത്സുകരായി എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവരായി, ആഗ്രഹമുള്ളവരായി, സന്നദ്ധരായി അണിനിരന്നു കഴിഞ്ഞു. എന്നിട്ട് അവർ എന്താണ് ചെയ്തത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ധൃതരാഷ്ട്രരുടെ ചോദ്യം.
എൻ്റെ മക്കൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദുര്യോധനൻ, ദുശാസനൻ തുടങ്ങിയ കൗരവർ എന്നറിയപ്പെടുന്ന 100 പേരെയും പാണ്ഡുവിൻ്റെ മക്കൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാണ്ഡവരായിട്ടുള്ള യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിങ്ങനെ 5 പേരെയുമാണ്. നന്മയും തിന്മയും തമ്മിൽ അല്ലെങ്കിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണിത്. ധർമ്മം എന്നാൽ നന്മ മാത്രമല്ല, അതിലും അല്പം ഉയർന്ന തലത്തിലുള്ളതാണ്. ശരിയുടെ മാർഗമാണ് ധർമ്മം, ഇംഗ്ലീഷിൽ റൈറ്റിയസ്നെസ് എന്ന് പറയും. അപ്പോൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആരോ, അത് മനസാക്ഷി എന്ന് പറയും, മറ്റെന്തെങ്കിലും ആകാം, ശരിയും തെറ്റും വേർതിരിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനസാക്ഷിയുടെ ശബ്ദമാണത്. അത് തന്നെയാണ് ധർമ്മവും. അതോടൊപ്പം നാം എന്തിനു വേണ്ടി നിലകൊള്ളണം, ഏതിനു വേണ്ടി നിലനിൽക്കണം എന്ന് സത്യസന്ധമായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ അതാണ് ധർമ്മം. അതിന് വിരുദ്ധമായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അധർമ്മമാണ്. കുറച്ചുകൂടി വ്യക്തമായി ചിന്തിച്ചാൽ നമ്മുടെ അടിസ്ഥാനപരമായ ഉണ്മയാണ് ധർമ്മം. സ്വാമി ചിന്മയാനന്ദൻ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സൂര്യന് ചൂടെന്ന പോലെ, പകലിന് പ്രകാശമെന്ന പോലെ എന്നൊക്കെയാണ്. ആ ഒന്നിന് വിരുദ്ധമായി നമ്മിൽ നിന്ന് എന്തുണ്ടായാലും അത് അധർമ്മമാണ്. വാസ്തവത്തിൽ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രം മാത്രമല്ല, കർമ്മക്ഷേത്രം കൂടിയാണ്. കുരു എന്ന വാക്കിൻ്റെ അർത്ഥം ചെയ്യുക എന്നതാണ്. ചെയ്യുക എന്നാൽ പ്രവൃത്തി ചെയ്യുക എന്നാൽ. പ്രവൃത്തി എന്നാൽ കർമ്മം എന്നാണ്. കർമ്മ ഈസ് ആക്ഷൻ. ഒരു സത്പ്രവൃത്തിയും മോശമായ ഫലത്തെ സൃഷ്ടിക്കുകയില്ല. ഒരു ദുഷ്പ്രവൃത്തിയും സദ്ഫലത്തെ, നല്ല ഫലത്തെ പ്രദാനം ചെയ്യുകയുമില്ല. ഇതാണ് കർമ്മത്തിൻ്റെ അലംഘനീയമായ നിയമം. കുരു എന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ എന്നും അർത്ഥമാക്കുന്നുണ്ട് എന്ന് ഡോക്ടർ N.A. നാരായണൻ, എൻ്റെ ആദ്യകാലത്ത് എന്നെ ഭഗവത്ഗീതയുടെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ച ഗുരു, അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എന്നതിനാലും കുരുക്ഷേത്രത്തെ കർമ്മക്ഷേത്രം എന്ന് കൂടി വിവക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇങ്ങനെ കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും രണ്ടിൻ്റെയും സമഞ്ജസമായ സമന്വയത്തിന് വേദിയാകേണ്ട ഒരു യുദ്ധവും ഇതിനു മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത, യഥാർത്ഥത്തിൽ ഒരു യാഗഭൂമിയായ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ചാണ് ധർമ്മത്തിന് നിരക്കാത്ത, രക്തരൂക്ഷിതമാകാവുന്ന ഒരു യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രർക്ക് പല ആശങ്കകളുമുണ്ട്. കുരുക്ഷേത്രം ഒരു പുണ്യഭൂമിയാണല്ലോ. അവിടെ വെച്ച് ഇത്തരമൊരു ഹിംസാത്മകമായ യുദ്ധം വേണ്ടെന്ന് വെക്കാനും അവസാന നിമിഷത്തിൽ വേണമെങ്കിൽ സാധ്യതയുണ്ടല്ലോ. അതും അവർ എന്തു ചെയ്തു എന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ഒരു കാരണമാണ്. ധൃതരാഷ്ട്രരുടെ അന്ധത വാക്കിൻ്റെ അർത്ഥം മാത്രം എടുത്തുകൊണ്ട്, അന്ധത അപ്പോൾ കണ്ണ് കാണാൻ പാടില്ലാത്ത അവസ്ഥ, അങ്ങനെ കണക്കാക്കരുത്. അത് ഭൗതികമായി, അദ്ദേഹം ശാരീരികമായി അന്ധനാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഞാൻ, എൻ്റെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏത് വ്യക്തിയുടെയും അഹന്തയുടെയും സ്വാർത്ഥതയുടെയും പ്രതിഫലനം കൂടിയാണ്. യുദ്ധം നടക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിൽ തൻ്റെ മക്കൾ തന്നെ ജയിക്കണം, അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ദുര്യോധനനോടുള്ള അമിതമായിട്ടുള്ള പുത്രവാത്സല്യം കൊണ്ടും മക്കളുടെ ഏതനീതിയെയും എന്ത് അധാർമികതയും കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലും അദ്ദേഹത്തിനെ അന്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ശാരീരികമായി അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല, അതോടൊപ്പം പുത്രവാത്സല്യം കൊണ്ട് അദ്ദേഹം അന്ധനാണ്. അനീതിയെയും അധർമ്മത്തെയും ഒക്കെയാണ് മക്കൾ പിന്തുടരുന്നതെങ്കിലും അതിനും പിന്തുണ നൽകുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയും അദ്ദേഹത്തിൻ്റെ അന്ധതയെ വ്യാഖ്യാനിക്കാം. മാത്രമല്ല, അന്ധതയെ അല്ലെങ്കിൽ അജ്ഞതയെ, അധർമ്മത്തെ ഒക്കെ തിമിരബാധയുണ്ട് കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു അവസ്ഥയായിട്ട് നമ്മൾ ഉപമിക്കാറ്. അജ്ഞാന തിമിരാന്തസ്യ എന്ന് പറയുമല്ലോ. അജ്ഞാനം, അറിവില്ലായ്മയൊക്കെ അതൊരു തിമിരമാണ്, കണ്ണുകളിലെ നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന ഒന്നാണ് എന്ന് പറയാറുണ്ട്.
നമ്മുടെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അജ്ഞതയുടെയും അധർമ്മത്തിൻ്റെയും തിമിരബാധ കൊണ്ട് കണ്ണ് കാണാൻ പാടില്ലാതെ വന്ന രാജാവ് കൂടിയാണ് ധൃതരാഷ്ട്രർ എന്ന് നടരാജഗുരുവിൻ്റെ വ്യാഖ്യാനത്തെ ആസ്പദമാക്കി ഗുരു നിത്യചൈതന്യയതി വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൗരവരുടെ സൈനിക ശക്തി എണ്ണത്തിൽ കൂടുതലാണ് എങ്കിലും അന്തിമ ഫലം, ഫൈനൽ റിസൾട്ട് എന്താകും എന്ന് അദ്ദേഹത്തിന് ഭയമുണ്ട്, ധൃതരാഷ്ട്രർക്ക്. ഈ ഭയവും അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഉത്കണ്ഠയോടെയും ആകുലതയോടെയും ജീവിക്കുന്ന ഒരു അന്ധൻ്റെ ആകാംക്ഷയോടെയാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥം ആരംഭിക്കുന്നതെന്ന് തൻ്റെ യുദ്ധവും സമാധാനവും എന്ന കൃതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട് ഓഷോ രജനീഷ്. കാഴ്ചശക്തി ഇല്ലാതിരുന്ന ധൃതരാഷ്ട്രരുടെ മക്കൾക്ക് ശരിയായ കാഴ്ചപ്പാട് ഇല്ലാതിരുന്നതുകൊണ്ടാണ് ധർമ്മക്ഷേത്രം ഒരു യുദ്ധക്കളമായി മാറേണ്ടി വന്നത് എന്നുകൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അവിടെ പരസ്പരം കൊല്ലാനുള്ള ആഗ്രഹത്തോടുകൂടി ആൾക്കാർ നേർക്ക് നേർ നിൽക്കുമ്പോൾ ആ യുദ്ധത്തോടുകൂടി ധർമ്മക്ഷേത്രം ഇല്ലാതാകുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ശ്ലോകത്തിലെ പ്രധാനപ്പെട്ട ചില വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. യുയുത്സവഃ പറഞ്ഞാൽ അതിനർത്ഥം യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവരായി. സമവേദാഹ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്ന. മാമക എൻ്റെ മക്കളും. കിമകുർവത എന്ത് ചെയ്തു. കിമകുർവത മനസ്സിലായി. ഇതൊക്കെയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട നമ്മൾ അർത്ഥം മനസ്സിലാക്കി വെക്കേണ്ട ചില വാക്കുകൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം സമാപിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ശ്ലോകം ഒരിക്കൽ കൂടി ഒരുമിച്ച് ചൊല്ലാം. ധൃതരാഷ്ട്ര ഉവാച, ധൃതരാഷ്ട്ര ചോദിച്ചു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. നന്ദി, നമസ്കാരം.